الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസ പൂർണ്ണതയ്ക്ക് സൽക്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വിശ്വാസവും നിബന്ധനയാണ് എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ടും പ്രവാചകൻ്റെ ഹദീസുകൾ കൊണ്ടും നാം മനസ്സിലാക്കിയത്. കേവലമായ നമ്മളൊക്കെ ധരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാരണ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്താൽ മതി, വിശ്വാസം അത് വാപ്പ ഉപ്പ കാരണവന്മാരൊക്കെ അന്ന് പഠിപ്പിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള, പലപ്പോഴും അങ്ങനെയാണ് നമ്മളുടെ പഴമക്കാരും ഒക്കെ വിശ്വസിച്ചു പോന്നിട്ടുള്ളൂ. അത് എങ്ങനെയാണ് തൻ്റെ പൂർവികരായ പിതാക്കന്മാർ
എങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം? ആ വിശ്വാസം അവർ ഉൾക്കൊണ്ടത് ഇസ്ലാമികമായ അടിസ്ഥാനത്തിൽ തന്നെയാണോ എന്നൊന്നും പരിശോധിക്കാതെ വാപ്പ ഉപ്പ കാരണവന്മാർ അവരെന്താണോ സ്വീകരിച്ച് അത് കൈമാറി നമ്മളിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് പല കുടുംബങ്ങളിലും പല നാടുകളിലും പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും മാറി ചിന്തിക്കുവാൻ ഒന്നും ആരും തയ്യാറല്ല. വേണമെങ്കിൽ അവർ പറയും ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന മറുപടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ കൽപ്പിച്ചിട്ടുള്ള ഈ വിശ്വാസം, അതേ ഈമാൻ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ, ഇത് രണ്ടും മുന്നിൽ വെച്ച് നാം ഓരോരുത്തരും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് കഴിഞ്ഞ ഖുതുബകളിൽ ഉടനീളം നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം കണക്കിന് ആയത്തുകളുണ്ട്. 1-2 ആയത്തുകൾ കൂടി നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഅയിഹി വഇന്നാ ലഹു കാതിബൂൻ. സൂറത്തുൽ അംബിയായിലെ 94-ാമത്തെ വചനമാണ്. ഫമൻ യഅമൽ മിനസ്സാലിഹാതി വഹുവ മുഅ്മിനുൻ, വല്ലവനും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ഫലാ കുഫ്റാന ലിസഅയിഹി, അവൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം നിഷേധിക്കപ്പെടുന്നതല്ല. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവന് ഫലാ കുഫ്റാന, ഒരിക്കലും അത് തള്ളപ്പെട്ടു പോവുകയില്ല, നിഷേധിക്കപ്പെടുകയില്ല. വഇന്നാ ലഹു കാതിബൂൻ, നാം അത് രേഖപ്പെടുത്തുന്നതാണ് എന്ന്. ഇപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അത് പറഞ്ഞപ്പോൾ അമലിൻ്റെ കാര്യം പറയുമ്പോൾ ഫമൻ യഅമൽ മിനസ്സാലിഹാത്തി എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട്. അപ്പം മുഅ്മിൻ, ഈമാൻ്റെ കാര്യം എടുത്തു പറയുക. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഈമാനായി പോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഒരു വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിശ്വാസി ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, എങ്ങനെയാണോ നമുക്ക് ഈമാൻ എന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ വിശ്വാസം ഉൾക്കൊണ്ട് അതനുസരിച്ചുള്ള അമലു സ്വാലിഹാത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, അവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട് വല്ലവനും സൽക്കർമ്മം പ്രവർത്തിച്ചാൽ ഫലാ കുഫ്റാന ലിസഅയിഹി, അവൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല, അള്ളാഹ് തള്ളിക്കളയുകയില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വഇന്നാ ലഹു കാതിബൂൻ, നാം അത് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്ത് സൂറത്തു നഹ്ലിൽ അല്ലാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വീണ്ടും അള്ളാഹു പറയുന്നത് നോക്കൂ, സൂറത്തു നഹ്ൽ 16-ാം അധ്യായത്തിലെ 97-ാമത്തെ സൂക്തത്തിലൂടെ അള്ളാഹു പറയുകയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, അമലു സ്വാലിഹാത്ത് ചെയ്താൽ, എങ്ങനെ
അവിടെയും അള്ളാഹു പറയുകയാണ് വഹുവ മുഅ്മിനുൻ, അവൻ ഈമാൻ സത്യവിശ്വാസം സ്വീകരിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അമലു സ്വാലിഹാത്തിനേക്കാൾ ഒരു പടി മുന്നിലാണ് ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈമാൻ കഴിഞ്ഞാൽ പിന്നെ കുറേ സൽക്കർമ്മങ്ങളുണ്ടല്ലോ. പലപ്പോഴും നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അധികം ജാഗ്രത പുലർത്തുന്നവർ നമുക്കിടയിലുണ്ട്. ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന, എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കുന്ന, നിസ്കാരത്തിൻ്റെ ഫർളും അതിൻ്റെ ഷർത്തും ഒക്കെ ചോദിച്ചു പഠിക്കുന്ന അവസ്ഥ നമുക്കുണ്ട്. പക്ഷേ ഈമാൻ എന്താണ് എന്ന് ആരും ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു സാധാരണക്കാരനും എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ ഈമാനിനാണ് നമ്മുടെ ഈ മതം, ഇസ്ലാം ദീൻ, പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതല്ലാതെ ഇവിടെ പല ഭൗതിക സിദ്ധാന്തങ്ങളിലൊക്കെ കൊണ്ടു നടക്കുന്ന പല ആളുകളുമുണ്ട്. ഭൗതിക സിദ്ധാന്തം, അവർ അവർക്ക് അവരുടെ കാഴ്ചപ്പാട് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നാണ്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു. ഭൗതിക സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തം അങ്ങനെയാണ്. ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയും എത്തിച്ചേരാം. അത് ഇസ്ലാം പറയുന്നില്ല, ഇസ്ലാം അത് ആവശ്യപ്പെടുന്നില്ല. ലക്ഷ്യവും മാർഗവും ഒന്നായിരിക്കണം. ലക്ഷ്യം ഒന്നായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്കുള്ള എത്താനുള്ള മാർഗവും നല്ല വഴിയായിരിക്കണം. അതല്ലാതെ അള്ളാഹു ആ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഈ ഈമാനാകുന്ന അള്ളാഹുലേക്ക് എത്താനാണ് നാം ശ്രമിക്കുന്നത് എങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ചതുപോലെ, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഈമാനും ഒക്കെ ആയിരിക്കണം നാം നിർവഹിക്കേണ്ടത് എന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ സൽക്കർമ്മം ചെയ്താൽ, എങ്ങനെ? വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, സത്യവിശ്വാസിയായിക്കൊണ്ട്. അപ്പം ആണും പെണ്ണും, ഇവിടെ അള്ളാഹു പെണ്ണിനെയും കൂടി എടുത്തു പറയുകയാണ്. പെണ്ണ് എന്ന് പറയുന്നത് അകറ്റി നിർത്തപ്പെടേണ്ടതല്ല, ഒതുക്കി നിർത്തപ്പെടേണ്ടതല്ല. അവർക്കും ഈ കാര്യത്തിലൊക്കെ വളരെ പങ്കുവഹിക്കാനുണ്ട്. അവർക്കും ഈ വിഷയത്തിൽ, ദീനീ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അവരും നാളെ ഈ പറയുന്നത് പോലെയുള്ള എല്ലാ വിശേഷണങ്ങളിലും അവരും ഉൾപ്പെടുന്നതാണ്. അവർക്കും ചോദ്യവും മറുപടിയും ഒക്കെ അവർക്കും പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ അടുക്കൽ അവരും പറയേണ്ടി വരും. സാധാരണ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ ഇല്ല, ഇത് ആണുങ്ങൾക്ക് മാത്രം പറയപ്പറ്റിയ കാര്യങ്ങളാണ്, ഇതൊക്കെ അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഒരു പെണ്ണും രക്ഷപ്പെടാമെന്ന് കരുതേണ്ടതില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ. ഇപ്പൊ ആണ് ളുഹർ നമസ്കരിച്ചാൽ എത്ര കൂലിയാണോ അതേ തുല്യ കൂലി തന്നെയാണ് പെണ്ണിനും. ആണ് നമസ്കാരം ഉപേക്ഷിച്ചാൽ എത്രയാണോ ശിക്ഷ, അതേ ശിക്ഷ തന്നെയാണ് ഉപേക്ഷിച്ച പെണ്ണിനുമുള്ളത്. ഒരു ശിക്ഷയിലും ഒന്നും വ്യത്യാസമില്ല, നന്മയിലും വ്യത്യാസമില്ല. ഒരേ പ്രതിഫലം, ഒരേ ശിക്ഷ. ഇതാണ്. അപ്പോൾ അവിടെ ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ത്രീകളാണ്. ഈ വിശ്വാസരംഗത്ത് വളരെ അധികം ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെയും തങ്ങന്മാരുടെയും ഒക്കെ കെണിയിൽ വേഗം അകപ്പെട്ടു പോകുന്നത്, ചതിക്കപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്ന മന്ത്രവാദികളുടെയും സിദ്ധന്മാരുടെയും ഒക്കെ അടുക്കലേക്ക് അവർ പോകുന്നത്. ചിലപ്പോൾ ഭർത്താവ് പോലും അറിയുകയില്ല, ആരെങ്കിലും അടുത്ത സ്ത്രീകൾ വഴിയായിരിക്കും. പല ഭർത്താക്കന്മാരും അല്ല, അയൽവാസിയായ സ്ത്രീ ആ കാര്യത്തിലൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഈ സ്ത്രീയോടും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സ് മാറ്റും, അവരെയും അതിന് പ്രേരിപ്പിക്കും.
അങ്ങനെ അവരും അതിലേക്ക് ചതിക്കപ്പെടും. എത്രയോ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ വായിക്കപ്പെടുന്നില്ലേ പത്രങ്ങളിലൂടെ? കൊലപാതകങ്ങൾ, മന്ത്രവാദത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ നിരപരാധികളൊക്കെ, കുട്ടികൾ വരെ അതിൻ്റെ പേരിൽ, ഈ മന്ത്രത്തിന്റെ പേരിൽ കുട്ടികളെ വരെ കൊല്ലുന്ന, അതിനീചമായി അതിക്രൂരമായി കൊല്ലുന്ന വാർത്തകളാണ് നമ്മുടെ ഈ മലയാള നാട്ടിൽ. പ്രബുദ്ധരെന്ന് ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരുപാട് അറിവിലും കഴിവിലും ഒക്കെ വിദ്യാഭ്യാസത്തിലുമൊക്കെ ഏറെ മുന്നോട്ടു പോയ മലയാളികളെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ നാട്ടിൽ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെയും ഒരു പിഞ്ചു കുഞ്ഞ്, 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ അമ്മയും അമ്മാവനും കൂടി കിടന്നുറങ്ങിയുന്ന കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുന്ന എത്ര ക്രൂരമായ മനസ്സിന്റെ ഉടമകളായിട്ട് മാറുന്നുണ്ട് എങ്കിൽ ഇവിടെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിലുള്ള തകർച്ചയാണ്. യഥാർത്ഥ ഈമാനിൽ നിന്ന് വിട്ടുപോയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രവാദത്തിന്റെ പേരിൽ, അതേപോലെ പിന്നെ പല ചികിത്സയുടെ പേരിൽ, കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒക്കെ ഈ മന്ത്രം അത് നടത്തി ഇത് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുകയാണ്. ലക്ഷങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഒരു വ്യവസായി, അയാൾ എത്രയോ സ്വർണം ഒരു ജിന്നുമാക്ക് കൊണ്ട് കൊടുത്തു എന്നാ. ഒരു ജിന്നുമാക്ക്, ഒരു വ്യവസായിയാ, അറിയപ്പെടുന്ന ഒരു വ്യവസായി. അയാളെ കാശുകൾ പലപ്പോഴായിട്ട് അവർ കൈക്കലാക്കി അവർ കൊട്ടാരം പണി. ജിന്നമ്മ അവസാനം അയാളെ കെണിയിലകപ്പെടുത്തി കൊല്ലുകയാണ്. പിടിക്കപ്പെട്ടു ഈ അടുത്ത്. ഇതൊക്കെ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ സമൂഹവും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം പിന്നെ ഈ അടുത്താണ് ഉമ്മയെ, സ്വന്തം മകൻ, നൊന്തു പ്രസവിച്ച ഉമ്മയെ സ്വന്തം മകൻ അടുത്ത വീട്ടിൽ പോയി വെട്ടുകത്തി, കൊടുവാല് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വെട്ടിക്കൊന്നു. എന്തിൻ്റെ? ലഹരിക്ക് അടിമപ്പെട്ടതിൻ്റെ കാരണത്താൽ. ലഹരിയിൽ അടിമപ്പെട്ടു പോയി ആ കുട്ടി. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം ഈ വിധത്തിലൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം, അടിസ്ഥാനം ഒന്നാണ്. അത് വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോയി. അള്ളാഹിനെ കുറിച്ച് അറിയില്ല, ഒന്നുമില്ല. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ അവസ്ഥയൊന്നും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിലെങ്കിലും കാണപ്പെടുമായിരുന്നില്ല. നമ്മുടെ സമുദായത്തിലെങ്കിലും. കാരണം ഏകദൈവ വിശ്വാസവും കൃത്യമായ പരലോക ബോധവും ഒക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന മതമാണ് ദീനുൽ ഇസ്ലാം. കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നതാണ്. അത് മാതാപിതാക്കളുടെ കടമകൾ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. മാതാപിതാക്കളോട് പാലിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന മതമാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ട് ഈ ഈമാനിൽ നിന്നും, ശരിയായ ഈമാനിൽ നിന്നും നമ്മുടെ സമൂഹം വഴിതെറ്റിപ്പോയി. എവിടെ ഈ സമൂഹം വഴിതെറ്റുന്നുവോ, ഈമാൻ കൈവിടുന്നുവോ, അവിടെ ഇതുപോലുള്ളതൊക്കെ സംഭവിക്കും. ഇതുപോലെയൊക്കെ ഉള്ള അരുതായ്മകളൊക്കെ ഇനിയും കാണേണ്ടി വരും. പ്രവാചകന്റെ സമൂഹത്തിലേക്ക് നോക്കൂ. പ്രവാചകൻ കടന്നു വരുമ്പോൾ മദ്യത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു പ്രവാചകന്റെ മുമ്പിലുണ്ടായിരുന്നത്. പലിശയിലും അതേപോലെ തന്നെ എല്ലാവിധത്തിലുള്ള തിന്മകളും നിറഞ്ഞു നിന്നിരുന്ന ഒരു നാടായിരുന്നു മക്ക. എല്ലാവിധത്തിലുള്ള തിന്മകളും. മദ്യം എന്ന് പറയുന്നത് അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. അവരുടെ അതുമായിട്ട് അവർ ലയിച്ചു ചേർന്നിരുന്നു. മദ്യവുമായിട്ട് അവർ അലിഞ്ഞു ചേർന്നിരുന്നു. മദ്യത്തെ ഇല്ലാതെ അവർക്കൊന്നും
ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. മധ്യമായിരുന്നു എല്ലാത്തിൻ്റെയും പ്രധാനം. അവരിലേക്കാണ് കൃത്യമായിട്ട് ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. ഈമാൻ, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം അവരിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ, ശരിയായ ഈമാൻ എന്താണ്, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരിലുണ്ടായ മാറ്റം നമ്മൾ മനസ്സിലാക്കിയാണ്. ചരിത്രത്താളുകളിൽ അത് സ്ഥാനം പിടിച്ചിരിക്കുന്ന മാറ്റമാണ് ഉണ്ടായത്. എത്ര മാറ്റങ്ങൾ. കള്ള് നിരോധിച്ച ആയത്ത് വന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് കള്ള് നിരോധിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ്, ഒറ്റയടിക്ക് നിരോധിക്കുകയല്ല ചെയ്തത്. ഘട്ടം ഘട്ടമായിട്ട്. ആ നിസ്കാരത്തിൽ വരരുതെന്ന് പറഞ്ഞു. കള്ള് കുടിച്ച് നിങ്ങൾ നിസ്കാരത്തിൽ വരരുതേ. ലാ തഖ്റബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മദ്യപിച്ച് മദോന്മത്തരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുതേ. അപ്പോൾ കള്ളും കുടിച്ചൊക്കെ വന്ന് എന്ത് ചെയ്യുമായിരുന്നു? നമസ്കരിക്കുമായിരുന്നു. പ്രവാചകൻ ഒറ്റയടിക്ക് അവർക്ക് അവരുടെ എന്താണ് കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ പ്രവാചകൻ അവരിലെ മാറ്റിയെടുക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട്. നിങ്ങൾ മദ്യപിച്ചു കൊണ്ട് നമസ്കാരത്തെ നിങ്ങൾ സമീപിക്കരുതേ എന്ന് പറഞ്ഞ ആയത്തിറങ്ങി. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. ഈ മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വിരമിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ആയത്ത് വരുമ്പോൾ അവരുടെ മറുപടി ഇൻതഹൈന യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളിതാ ഒരുക്കമാണ്, റെഡിയാണ്, തയ്യാറാണ് നബിയെ എന്ന് മാത്രമല്ല അവർ കാണിച്ചു. അവരുടെ പ്രവൃത്തിയിലൂടെ, അവരുടെ പ്രവർത്തനത്തിലൂടെ അത് കാണിച്ചു. ലോകത്തിന് മുമ്പിൽ അവർ കാണിച്ചു കൊടുത്തു. അതുവരെ കുടിച്ചുകൊണ്ടിരുന്നവർ അവരുടെ കൈ അണ്ണാക്കിലേക്ക് ഇട്ടിട്ട് കുടിച്ചതിനെ പുറത്തേക്കിട്ടു. മാറ്റമാണ്. അതേപോലെ തന്നെ കള്ളും വീപ്പകൾ, അടുക്കി വച്ചിരുന്ന കള്ളും വീപ്പകൾ തച്ചുടച്ചു. ഏതാണ് ഇത് ഈ ആയത്തിറങ്ങിയപ്പോൾ ഒരു ബാലൻ അങ്ങാടിയിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടും പോയി, കള്ളു നിരോധിച്ചിരിക്കുന്നു, കള്ളു നിരോധിച്ചിരിക്കുന്നു ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടും പോവുകയാണ്. ഇത് കേട്ട മുതലാളിയും കുടിച്ചുകൊണ്ടിരുന്ന ആളുകളും ശ്രദ്ധിച്ചു. എന്താണ് ആ കുട്ടി വിളിച്ചു പറയുന്നത്? അത് കള്ളു നിരോധിച്ചിരിക്കുന്ന വാർത്തയാണ്. അവിടെ തുടങ്ങുന്നു. കള്ളിൻ വീപ്പകൾ തച്ചുടക്കുന്നു. ഒരു പ്രതിഷേധമില്ല, ഒരു കൊടിപിടുത്തമില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്ന് ആരും പറഞ്ഞില്ല. മദ്യഷാപ്പ് മുതലാളിയോ അവരുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം പട്ടിണിയാകും, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി? ആ ഒരു മാറ്റം അവർക്ക് എങ്ങനെ ഉണ്ടായി? പ്രവാചകൻ ഒരു മന്ത്രവിദ്യ, ചെപ്പടി വിദ്യ കാണിച്ചു കൊടുത്ത് മാറ്റിയതല്ല. മറിച്ച് ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് വിശ്വാസം, ഈമാൻ, അത് കൃത്യമായിട്ട് ആ മനസ്സുകളിൽ അടിയുറപ്പിച്ചു, ഊട്ടിയുറപ്പിച്ചു. അവരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്തു. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവർക്ക് നൽകി. പിന്നെ അവർക്ക് ഭയമാണെല്ലാം, എല്ലാം ഭയമായിരുന്നു അവർക്ക്. ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്. എല്ലാത്തിനും കാരണം വിശ്വാസമാണ്. അപ്പൊ സഹോദരന്മാരെ, അടിസ്ഥാനപരമായിട്ട് ഈമാന്റെ കാര്യം നമ്മളൊക്കെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മുടെ കുടുംബത്തും ഒക്കെ കേൾക്കേണ്ടി വരും. അതാണ് ഈമാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുക. അതേപോലെ നോക്കുക, മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, വമൻ യക്ഫുറു ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിലെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഈമാനിനെ, സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമലുകൾ നിഷ്ഫലമായി കഴിഞ്ഞു. ഈമാനിനെ തള്ളിപ്പറഞ്ഞാൽ, കൃത്യമായ ഈമാൻ
സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമലുകൾ നിഷ്ഫലമായി ബാത്തിലായി പോയി എന്നാണ്. മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടപ്പെട്ടവനുമായിരിക്കും. ഈ അമലുകളൊക്കെ കൊണ്ട് ഉപ്പാപ്പമാരും നമ്മുടെ ഉമ്മാമാരും ഈ ജാറത്തിൽ പോകുന്നവരും ഈ സിദ്ധന്റെ അടുക്കൽ പോകുന്നവരും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി മേടിക്കാൻ ചെല്ലുകയാണ്. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കൂലി വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കുകയാണ്, നിഷിദ്ധമാക്കപ്പെടുകയാണ് അവിടെ. വഹുവ ഫിൽ ആഖിറതി, അവർ പരലോകത്ത് നഷ്ടം പറ്റിയവരായിരിക്കും, ഖാസിരീങ്ങളായിരിക്കും, അവർ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈമാന്റെ കാര്യം വിട്ടുപോകരുത്. ഈമാനിന്റെ കാര്യം നമ്മൾ കൃത്യമായിട്ട് അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം ഇതിനെ പറഞ്ഞത് കൊണ്ട് മാത്രം, ഒരു ദിവസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം, ഈമാൻ സ്വീകരിച്ചത് കൊണ്ട് മാത്രം എനിക്ക് ഈമാൻ ഉണ്ടായി എന്ന് ആരും കരുതേണ്ടതില്ല. ഞാൻ ഒരു സത്യവിശ്വാസിയായി എന്ന് ആരും കരുതേണ്ടതില്ല. ഏത് സമയവും ഈമാൻ ദുർബലപ്പെട്ടു പോയേക്കാം. ഈമാൻ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചേക്കാം. പലപ്പോഴും ദുർബലമായ ഈമാനാണ് എങ്കിൽ അയാൾക്ക് എല്ലാത്തിനെയും ഭയമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വമൻ യുശ്രികു ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ, ശിർക്ക് ചെയ്താൽ, അവൻ ഖറ മിനസ്സമായി, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്ന്. ഒരു പിടുത്തവും കിട്ടുകയില്ല, പിടുത്തം വിട്ടുപോയി. ആ ഒരു അവസ്ഥയിലായിരിക്കും അവന്റെ മനസ്സുണ്ടാവുക. അവൻ പിന്നെ എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവന് പിന്നെ ആ വിധത്തിൽ അവൻ ആ വഴി പോവും, ഈ വഴി പോവും, ഏത് വഴിയും പോവും. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൃത്യമായി നമ്മളൊക്കെ മദ്രസയിലൊക്കെ ഈമാന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ ഈമാൻ, ഇസ്ലാം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ പഠിച്ചവരാണ്. എന്താണ് ഈമാൻ എന്നും എന്താണ് ഇസ്ലാം എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറബിയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽ ഇഅ്തിഖാദും ബിൽ ഖൽബി വൽ അമലുൽ ജവാരിഹി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അത് ഹൃദയത്തിൽ ഉറപ്പിക്കണം, ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ഉച്ചരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എണ്ണി പഠിച്ചിട്ടുണ്ട്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. അതേപോലെ തന്നെ ഈമാൻ കാര്യം തുഅ്മിന ബില്ലാഹി വൽ മലായികത്തി വൽ കിതാബി എന്നൊക്കെ പറഞ്ഞ് ഈമാൻ കാര്യവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അവിടെയുമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒന്നാമതായിട്ട് പറയുന്നത് നിസ്കാരമല്ല, ഒന്നാമതായിട്ട് പറയുന്നത് ഷഹാദത്താണ്, രണ്ടാമതാണ് നിസ്കാരം. നമ്മുടെ സമൂഹം നേരെ തിരിച്ചാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം നിസ്കാരം, പിന്നെ ഈമാൻ. അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലുള്ള ധാരണ അതാണ്. അപ്പോൾ ഈമാനിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത്, ഈമാൻ ഇല്ലാതെ പോയാൽ നമ്മൾ നഷ്ടത്തിൽ, യഥാർത്ഥ ഈമാൻ ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിൽ തന്നെയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ സംബന്ധിച്ച് പറയുകയാണ്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖി വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാന്റെ കാര്യങ്ങൾ പറയാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ബിദ്ഉൻ വസബ്ഊന ശുഅബ, 70-ൽ പരം ശാഖകളുണ്ട് എന്ന് ഈമാൻ എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ 60ഓളം ശാഖകളുണ്ട് എന്ന്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, പല ശാഖകളും ഒക്കെ അടങ്ങിയതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും തല എന്ന് പറയുന്ന അടിസ്ഥാനം, അതിന്റെ തല എന്ന് പറയുന്നത് ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. അത് വെറുതെ പറഞ്ഞു പോകലല്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാവരും പറയും. ഇപ്പം മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും പിന്നെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കുഞ്ഞിനെ ഉറക്കുമ്പോഴും
ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മുടെ നാട്ടിലത് പതിവാണ്, ഒരു സാധാരണ പിന്നെ ദിക്ർ പോലെയാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിൻ്റെ കനം അറിഞ്ഞിരുന്നുവെങ്കിൽ, എത്രയാണ് അതിൻ്റെ വെയിറ്റ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, എനിക്ക് ഒരു ഇത് പഠിപ്പിച്ചു തരണം, ഒരു കെലിമ പറഞ്ഞു തരണം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറ. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇതെല്ലാവരും പറയുന്നതാണല്ലോ. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു ഒരു തട്ടിലും, ഈ ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനാവുന്നു കനം കൂടുതൽ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ആണ് കനം തൂക്കപ്പെടുക. അപ്പൊ അത്ര വെയിറ്റ് ഉള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ കേവലമായ ലാ ഇലാഹ ഇല്ലല്ലാ, ഹൃദയം അറിയാത്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചത് കൊണ്ട്, പാടിയത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാദിനഹ ഇമാതത്തുൽ അദാനി ത്വരീഖ്, അതിന്റെ ഏറ്റവും അവസാനത്തത്, താഴ്ന്ന പടി. ഈ ശാഖകളിലെ ഏറ്റവും അവസാനത്തത് എന്താണ്? ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടി എന്ന് പറയുന്നത് ഇമാതത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടുക. ഒരു മാലിന്യമോ എന്തെങ്കിലും കണ്ടു വഴിയിൽ, അതെന്ത് ചെയ്യുക? ഒന്ന് മാറ്റി ഇടുക. മൂടിയിടേണ്ടതാണെങ്കിൽ അത് മണ്ണിട്ട് മൂടുക. പക്ഷെ അത് കണ്ടിട്ടും അത് മാറിപ്പോവുകയാണെങ്കിലോ, മൂക്കുമ്പത്തി മാറിപ്പോവുകയാണെങ്കിലോ അവന് ഈമാൻ ഇല്ല എന്നുള്ളതാണ്. ഈമാൻ മനസ്സിലാക്കിയിട്ടില്ല, ഈമാൻ കൃത്യമായിട്ട് അവൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈമാൻ ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്. ലജ്ജ, നാണം. ഇന്നത്തെ തലമുറക്ക് നാണവും മാനവും ലജ്ജയും ഒന്നും ഇല്ലാത്ത തലമുറയാണ് ഇന്ന്. ആരുടെ മുമ്പിലാണ് എന്താണ് കാണിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ലജ്ജ എടുത്തു പോവുകയാണ്, ലജ്ജയില്ലാതെ. ഒരു ബസ് സ്റ്റോപ്പിൽ ഈ ആണും പെണ്ണും സ്കൂള് കോളേജ് വിട്ട് കഴിഞ്ഞ് ഈ ബസ് സ്റ്റോപ്പിൽ ഭയങ്കര ബഹളം. ഈ ആണും പെണ്ണും എല്ലാം കൂടെ കൂടിക്കലർന്നുകൊണ്ട് ചിരിയും പൊട്ടിച്ചിരിയും കളി വിനോദങ്ങൾ അങ്ങനെ പലതും. അപ്പം നാട്ടുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് അവരെന്താ ചെയ്യുന്നതെന്നറിയാം? അവരതിനേക്കാൾ കൂടുതൽ അപ്പുറം കാണിച്ചു. അവര് ഓരോരുത്തരെയും മടിയിലിരുത്തി, പെണ്ണിന്റെ മടിയിൽ ആണും ആണിന്റെ മടിയിൽ പെണ്ണുമൊക്കെ ഇരുത്തി ഉള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു. എന്താ പറയുക, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ള വെല്ലുവിളി. ഈ ഒരു തലമുറയാണ് ഇന്ന് വരുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ പഠിപ്പിക്കുന്നു. ആ ഈമാൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഹയാ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ലജ്ജ എന്താണെന്ന് അവരറിയണം. ഈമാനിൽപ്പെട്ടതാണത്, നിസ്സാര കാര്യമല്ല. അതിലെന്തെങ്കിലും അപാകതകൾ വന്നാൽ അവൻ ഔട്ടായി പോകും, ദീനിൽ നിന്ന് അകന്നു പോകും, ഔട്ടായി പോകും. അപ്പോൾ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈമാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്,
വളരെ പ്രധാനപ്പെട്ട ഈമാനിൻ്റെ കാര്യമാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ബാക്കി അടുത്ത ആഴ്ചയിലെ ഖുത്ബയിൽ നമുക്ക് ശ്രവിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമലു സ്വാലിഹാത്ത്. ഈമാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈമാനും അമലു സ്വാലിഹാത്ത് ഒരേപോലെ കൊണ്ടുപോകേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിലൂടെ, ഒരു അധ്യായത്തിലൂടെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. പിന്നെ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു പറയുന്നു വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അപ്പം ആദ്യം പറഞ്ഞത് ഈമാൻ പറഞ്ഞു, പിന്നെ പറഞ്ഞു അമലു സ്വാലിഹാത്ത് പറഞ്ഞു. അപ്പോൾ ഈമാൻ വെച്ചത് കൊണ്ട് മാത്രം, ഞാൻ ഈമാൻ കൊണ്ട് മാത്രം എന്തില്ല, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെയോ അമലു സ്വാലിഹാത്ത് ധാരാളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ, അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്, നിർബന്ധമായും ചെയ്യേണ്ട സൽക്കർമ്മങ്ങളുണ്ട്. അതേപോലെ തന്നെ നിർബന്ധമായും വിട്ടു നിൽക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അമലു സ്വാലിഹാത്ത്, ഈമാൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അമലു സ്വാലിഹാത്ത്. അത് എപ്പോഴെങ്കിലും ഉണ്ടായാൽ പോരാ, അതാത് കൃത്യം ഓരോന്നിനും ഓരോ സമയം, അതാത് സമയങ്ങളിൽ അത് പാലിക്കുക എന്നുള്ളത്, അത് ആ കാര്യം നമ്മൾ പ്രത്യേകം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. അമലു സ്വാലിഹാത്ത് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ എം മുഹമ്മദ് മദനി, അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായി. ഇൻഷാ അല്ലാഹ് ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജനാസ മറവ് ചെയ്യപ്പെടുന്നത്. കൊടിയത്തൂരാണ് സ്വദേശം, കോഴിക്കോട് കൊടിയത്തൂർ. ഈ ദീനിനു വേണ്ടി വിശ്രമമില്ലാതെ ഓടി നടന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. വളരെ ഇഖ്ലാസുള്ള ഒരു പണ്ഡിതനായി. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹവും കരയും, അത് കേൾക്കുന്ന ആളുകളും കരയുമായിരുന്നു. അത്ര മാത്രം ടച്ച്, ഹൃദയസ്പൃക്കായ ഭാഷണങ്ങളായിരുന്നു അദ്ദേഹം നിർവഹിച്ചിരുന്നത്. ഈ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മക്കൾ ഒക്കെ ഇവിടെ ഈ മിമ്പറിൽ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോകം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൽ നിന്നുമുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിലൂടെ നമുക്കുണ്ടായ, അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ നമുക്കുണ്ടായ നഷ്ടം അള്ളാഹു മറ്റൊരു പകരക്കാരനെ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഖൈറാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, രോഗം കൊണ്ടും മറ്റു ശാരീരിക വിഷമതകൾ, അവശതകളൊക്കെ കൊണ്ട്, വയസ്സിൻ്റെയും പ്രായത്തിൻ്റെയും അതേപോലെ തന്നെ രോഗം കൊണ്ടുമൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമൂഹത്തിലെ ഉണ്ടാകുന്ന എല്ലാവിധ പരീക്ഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാവട്ടെ. ഫലസ്തീനികൾക്കുള്ള ആ സമാധാനം അവർ എന്നെന്നും നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അതേപോലെ വൃദ്ധരായ ആളുകൾക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് രക്തസാക്ഷികൾ അനുഭവിക്കുന്ന ആ ഉന്നതമായ പദവിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ.
ശാശ്വതമായ ഒരു പരിഹാരം ലോകത്തിന് അവർക്ക് നൽകുവാൻ കഴിയുമാറാവട്ടെ. അവർക്ക് നഷ്ടം വന്നുപോയ വീട് എല്ലാം നഷ്ടപ്പെട്ടു പോയി, വീടും എല്ലാം തകർന്നു പോയി. അതെല്ലാം അവർക്ക് തിരിച്ചെടുക്കാനുള്ള എല്ലാവിധ കഴിവുകളും സൗകര്യങ്ങളും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.